കർത്താവിന്റെ ശക്തിക്കായി കാത്തിരിക്കുക, കർത്താവിന്റെ കൃപയ്ക്കായി കാത്തിരിക്കുക, കർത്താവിന്റെ ബലത്തിനായി കാത്തിരിക്കുക, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. വീടിനകത്ത് പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുക. ഇനി പ്രാർത്ഥനാ മുറി ഇല്ലെങ്കിൽ നിന്റെ ബെഡ്റൂമിൽ നീ മുട്ടുമടക്കുക, നിന്റെ ലിവിംഗ് റൂമിൽ മുട്ടുമടക്കുക. മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ കൂടെ പിടിച്ചിരുത്തി നീ മുട്ടുമടക്കി കരയുക. കർത്താവോട് പറ, കർത്താവേ, ഈ ഭൂമി നിൽക്കാൻ എനിക്ക് ശക്തി പോരാ, ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ശക്തി പോരാ, ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ എനിക്ക് ഈ ശക്തി പോരാ. ഞാനൊരു പൊട്ടനാ, ഞാനൊരു പൊട്ടിയാ, എനിക്ക് കഴിവില്ല കർത്താവെ, വകതിരിവില്ല, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കാത്തിരിക്കുകയാ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കർത്താവ് എൻ്റെ കൈക്ക് പിടിക്കണം. പത്രോസിന്റെ കൈക്ക് പിടിച്ച് അവർ ഒരുമിച്ച് പടകിൽ കയറി എന്ന് സുവിശേഷത്തിൽ കാണുന്ന പോലെ മുങ്ങിപ്പോയ പത്രോസിന്റെ കൈക്ക് പിടിച്ചിട്ട് യേശുവും പത്രോസും ഒരുമിച്ച് പടകിൽ കയറിയപ്പോൾ വാക്യം ഇങ്ങനെ, ആമേ, കടല് ശാന്തമായി. ചില ശാന്തമായ അന്തരീക്ഷം നിങ്ങളുടെ വീടിനകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ നിരാശ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ വേദന അഴിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, കാത്തിരിക്കുക. ആരെ? കർത്താവിനെ കാത്തിരിക്കുക, യേശുവിനായി കാത്തിരിക്കുക, യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കുക, യേശുവിനായി നിന്റെ ഹൃദയം കൊടുക്കുക. കർത്താവിൽ നീ ബലപ്പെടും. അങ്ങനാണെങ്കിൽ നീ കഴുകനെ പോലെ ചിറകടിച്ചുയരും.